നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ തൊഴിലാളി സർക്കാർ ഭരണത്തിൽ കയറിയിട്ട് ഒന്നും നല്ലത് കേൾക്കാനില്ല. വർഷം 8 ആകുന്നു ഭരണം തുടങ്ങിയിട്ട്. ഇന്നേ വരെ നല്ലതൊന്നും കേൾപ്പിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് കേൾപ്പിക്കാനും തങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന മട്ടിലാണ് സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെയും അനുചരന്മാരുടെയും പോക്ക്. അതിനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നത് അവരുടെ വലങ്കയ്യായ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ പോലീസ് സേനാംഗങ്ങളിലെ തലപ്പത്തുള്ള അഴിമതി കഥകളാണ്. തലപ്പത്തുള്ള അഴിമതി കഥകളിൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ADGP അജിത് കുമാർ ആണ്. പിന്നെ മുൻ SP സുജിത് ദാസ്, അതുപോലെ CI വിനോദ്, അങ്ങനെ കുറെ പേരുകൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടിയ ഐറ്റം എന്ന് പറയുന്നത് ADGP അജിത് കുമാറിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഒരു സൂപ്പർ കോപ്പ് എന്ന പദവി അലങ്കരിച്ചിരുന്ന അല്ലെങ്കിൽ സൂപ്പർ കോപ്പ് എന്ന പേര് നേടിയ ADGPക്ക് പറ്റിയ പറ്റ് ചില്ലറയല്ല. അതിന് തൊടുത്തുവിട്ട വജ്രായുധം, തൊടുത്തുവിട്ട വജ്രായുധത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് അവരുടെ തന്നെ ഭരണപക്ഷ MLA PV അൻവറിൽ നിന്നാണ്. അദ്ദേഹം ചുമ്മാ വിളിച്ച് അങ്ങ് ഒരു വളവള സംസാരമല്ല നടത്തിയത്. പകരം അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ADGPയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലാതെ സാധാരണ ഒരു സിവിൽ പോലീസിനെ കുറിച്ചോ അയൽപക്കത്തുള്ള ഒരാളെ കുറിച്ചോ പാർട്ടിയിലെ സമുന്നത നേതാവിനെ കുറിച്ചോ അല്ല അദ്ദേഹം പറയുന്നത്. പറയുമ്പോൾ ഇനി പ്രതിപക്ഷത്തിന്റെ തലയിൽ മുഖ്യമന്ത്രിക്കും അനുചരന്മാർക്കും കുറ്റം പരിചാരാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. വേറൊന്നുമല്ല, കാരണം പറഞ്ഞത് അവരുടെ ഭരണപക്ഷ MLA തന്നെയാണ്. അദ്ദേഹമാണ് അക്കമിട്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിക്കൊള്ളൂ, ഞാൻ പറയുന്ന തെളിവുകൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം, അതിനും അദ്ദേഹം വിധേയനാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിനും റെഡിയാണ് എന്ന മട്ടിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധിത അവധിയിലേക്കാണ് ADGP അജിത് കുമാർ പോയിരിക്കുന്നത്. DGP ആണ് നേരിട്ട് അന്വേഷണം നടത്തുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ ചില്ലറയല്ല. അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്തിയ അഴിമതി കഥകൾ ചില്ലറയല്ല. ഏറ്റവും വലിയ വന്നിരിക്കുന്നത് RSSുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു. RSS നേതാവുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തെ ആദ്യമായി വെട്ടിൽ വീഴ്ത്തിയത്. അതിനുശേഷം ശബരിമല വിഷയങ്ങൾ കടന്നു വരുന്നു. ഒന്നും രണ്ടും കഥകളല്ല, പിന്നീട് പല പല വിഷയങ്ങളാണ് അജിത് കുമാറിന്റെ പേരിൽ. ഇപ്പോൾ സ്വപ്ന, നമ്മുടെ സ്വർണ്ണക്കടത്തിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷും പറഞ്ഞിരിക്കുന്നത് തനിക്ക് രക്ഷപ്പെടാൻ ശിവശങ്കറിനോടൊപ്പം വഴിയൊരുക്കി തന്നത് അല്ലെങ്കിൽ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ADGP അജിത് കുമാർ തന്നെയായിരുന്നു എന്നുള്ളതാണ്. എല്ലാ അന്വേഷണങ്ങളും തന്നിൽ അവസാനിക്കണമെന്ന ഒരു പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ADGP അജിത് കുമാർ തന്നെയാണെന്നാണ് സ്വപ്നയും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കടത്ത് പിന്നിലുള്ള ആൾക്കാർ, സ്വർണം മുക്കിയ ആൾക്കാരൊന്നും ഒരിക്കലും പുറം കാണാൻ പാടില്ല. പകരം അതിന് വെറും സഹായിയായിട്ട് നിന്ന അല്ലെങ്കിൽ അവരുടെ ആ വലയിൽ പെട്ടുപോയ സ്വപ്നയാവണം ഇതിന്റെയൊക്കെ ഇരയായി മാറേണ്ടത്. സ്വപ്ന ഈ തീയിൽ കത്തി അമർന്ന് തീർന്നാൽ എല്ലാവരും രക്ഷപ്പെടുമെന്ന ഒരു ധാരണ എനിക്ക് തോന്നുന്നു കൂട്ടുനിന്ന പോലീസ് സേനാംഗങ്ങളിലെ മേധാവികൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ പോലീസ് സേനയ്ക്ക് ഒന്നാകെ, അതായത് സൂപ്പർ കോപ്പ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഒന്നാകെ നാണം കെടുത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ് അജിത് കുമാറിനെ കുറിച്ചും സുജിത് ദാസിനെ കുറിച്ചും CIമാരെ കുറിച്ചും ഒക്കെ പുറത്തു വരുന്നത്. അതുമാത്രമല്ല, അജിത് കുമാറിനെ മാത്രം നോക്കുക, കാരണം അച്ഛൻ കാണിക്കുന്നതാണല്ലോ മക്കള് പിന്നെ കാണിക്കുന്നത് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞ പോലെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവന്മാര് കാണിക്കുന്നത് തന്നെയാണ് പിന്നീടുള്ള കീഴുദ്യോഗസ്ഥന്മാരും കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിനവർക്ക് പ്രേരകമായി ഭവിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ബലാത്സംഗ കുറ്റങ്ങൾ, അതായത് ബലാത്സംഗങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് കേരളം. നവജാത ശിശുക്കളെയും അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കയ്യിൽ കിട്ടിയാൽ റേപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന കാമഭ്രാന്തന്മാരുടെ നാടായി മാറിയ കേരളത്തിൽ അതിന് ചുക്കാൻ പിടിക്കാൻ ഇപ്പോൾ പോലീസ് സേനകളും കൂടെ മാറിയിരിക്കുകയാണ്. ആരിൽ നിന്നാണോ പെൺകുട്ടികൾക്ക് രക്ഷ വേണ്ടത്, ആരിൽ നിന്നാണോ കൊള്ളക്കാരിൽ നിന്നും ദ്രോഹികളിൽ നിന്നും അഴിമതിക്കാരിൽ നിന്നും രക്ഷ വേണ്ടത്, അവര് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അഴിമതിക്കും കേളികൾക്കും കൂട്ടുനിൽക്കുന്നതെന്ന് കേൾക്കുമ്പോഴാണ് നമ്മളെ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുന്നത്. അതിന് നടപടിയെടുക്കേണ്ട പാവപ്പെട്ട കേരളീയർ പിന്നെ ചോര വിയർപ്പാക്കി കൊടുത്ത ഓരോ വോട്ടിന്റെ നില കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് മന്ത്രിസഭയുടെ പോക്കെന്ന് പറയാതെ വയ്യ. കാരണം ഒരു ADGP അല്ലെങ്കിൽ ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ബലാത്സംഗ ഒരാളെ പരാതി കൊടുക്കാൻ ചെന്ന ഒരാളെ പീഡിപ്പിക്കുക, അത് ഭീഷണിപ്പെടുത്തി അവരെ പിന്നെ മറ്റുള്ളവർക്ക് കൂടെ വഴങ്ങിക്കൊടുക്കാൻ നിർബന്ധിക്കുക, അതിനെതിരെ കേസ് കൊടുക്കാൻ ചെന്നാൽ FIR രജിസ്റ്റർ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള നരാധമ പ്രവൃത്തികളൊക്കെ എവിടുന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പഠിക്കുന്നത്? സത്യത്തിൽ അവർക്ക് കൊടുക്കുന്ന 6 മാസ ട്രെയിനിങ്ങിൽ നിന്ന് ഇതൊക്കെയാണോ ഇതിന് മുന്നിരുന്ന മുൻഗാമികൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നതെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം വരുന്ന ഇരകളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗങ്ങൾ പഴയകാല സിനിമകളിൽ, ഇപ്പോഴത്തെ സിനിമകളിലൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ്.
പൊന്നാനിയിൽ പരാതി കൊടുത്ത അതിജീവിത അവരുടെ വീട്ടിൽ കയറി 4 ദിവസമായി 4 മണിക്കൂർ കൊണ്ട് അവരുടെ വ്യക്തിത്വം പുറത്ത് വെളിപ്പെടുത്തുന്ന നിയമം ഉണ്ടായിട്ടും അത് പുറപ്പെടുത്തി അവരുടെ മൊഴികൾ എടുക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അവരെ പലവട്ടമായി ഭീഷണിപ്പെടുത്തുന്നു. ഇനിയും FIR ഇട്ടില്ലെങ്കിൽ അവർ കോടതിയിൽ സമീപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം കോൾ റെക്കോർഡ്സും പല ഫോൺ റെക്കോർഡുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അഴിമതി നിറഞ്ഞ പോലീസ് സേനയുടെ തലപ്പത്ത് വന്നൊരു അഴിച്ചുപണി തന്നെ ആവശ്യമായിട്ടുണ്ട്. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നീതിക്ക്, അതായത് എന്നും പല IPS-ഉം അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥരും അത് വേണ്ടെന്ന് വെച്ച് രാജു നാരായണ സ്വാമിയെ പോലെയുള്ള IAS ഉദ്യോഗസ്ഥര് വേണ്ടെന്ന് വെച്ച് പോയ പദവിയുണ്ട് ഈ IPS-ഉം IAS-ഉം. അതിന്റെ കാരണം അവർക്കൊരിക്കലും അഴിമതിക്കെതിരെ കണ്ണടയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അഴിമതി തുരത്താൻ അവരെ ഒരിക്കലും മുകളിലുള്ള മേലാളന്മാര് ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഠിച്ച് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് IPS-ലോ IAS-ലോ എന്ന നല്ല സ്വപ്ന പദവിയിലെത്തുന്ന പല നല്ല വ്യക്തിത്വങ്ങളും അത് ഉപേക്ഷിച്ച് കൃഷിപ്പണിക്ക് പോയ ചരിത്രങ്ങളുണ്ട് ഇവിടെ. കാരണം വേറൊന്നുമല്ല, ഇത് തന്നെയാണ് കാരണം. ഒരു പോലീസ് സേനാംഗം നല്ലത് ചെയ്താൽ അവനെ ഒരിക്കലും അംഗീകരിക്കുന്നതിന് പകരം അവന് 10 പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ പേര് സംസാരിക്കുന്നില്ല, ആലപ്പുഴയിലെ കളക്ടർ ആയിരുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളക്ടർ ആലപ്പുഴയ്ക്ക് ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയ്ക്ക് അവിടെ അവര് അനധികൃത കായൽ കയ്യേറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് 6 മാസത്തിനുള്ളിൽ 6 മാസമാണ് ആ വനിതയെ, ആ കളക്ടർ വനിതയെ അവിടെ നിന്ന്, ഞാൻ പേര് പറയുന്നില്ല, കളക്ടർ വനിതയെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് അവരിന്ന് ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അവര് അങ്ങനെയുള്ള ഒരു പദവി ഇന്ന് അലങ്കരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവരെ വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റിൽ മേധാവിയാക്കി ഇരുത്തി കയ്യിൽ പൂച്ചുവലം കെട്ടിരുത്തിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ബ്യൂറോക്രസി, ഇത് തന്നെയാണ് ഇവിടുത്തെ നയം, ഇത് തന്നെയാണ് കേരളത്തെ നശിപ്പിക്കുന്നത്. തൊഴിലാളി സർക്കാർ എന്ന് വീമ്പിളക്കി തൊഴിലാളി സമരങ്ങളെ കുറിച്ച് ഘോരഘോര പ്രസംഗിച്ച് വെറും പച്ചരിയും ചോറും ആൾക്കാർക്ക് കിറ്റായി നൽകിയ മുഖ്യമന്ത്രി എങ്ങനെ ഇതൊക്കെ താങ്കൾക്ക് കണ്ണടയ്ക്കാൻ സാധിക്കുന്നു? കേരളം എന്ന ഈ സംസ്ഥാനം ഉണ്ടാവാൻ കാരണം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്നത് തൊഴിലാളി പാർട്ടി ആയിരുന്നെങ്കിൽ ഇന്നിത് മുതലാളികൾ അഴിഞ്ഞു ആടി വാഴുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മലയാളികളിലും, എല്ലാ വ്യക്തിത്വം, മലയാളികൾ എവിടെയുണ്ടോ അവിടെല്ലാം ഒരു വിപ്ലവ വീര്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാവരിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. അതൊരു പാർട്ടിയുടെ ബേസിൽ പറയുന്നതല്ല. പക്ഷേ ആ വിപ്ലവ വീര്യം ശരിക്കും കാണിക്കേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ ആ വിപ്ലവത്തിന്റെ നീതി അതെന്താണ് ചെയ്യുന്നത്? അതിനു പകരം അവിടെ അഴിമതി വാഴാൻ അനുവാദം കൊടുക്കുക, നല്ലത് ചെയ്യുന്നവരെയൊക്കെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് പോലുള്ള സ്വജനപക്ഷപാതം പോലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരെ വളർത്തിയെടുക്കുക. ഇത് എവിടുന്നാണ്, ഏത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ് ഇങ്ങനൊരു സംഭവം ഉള്ളതെന്ന് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ജനങ്ങളോട് മറുപടി പറയണം. കാരണം നിങ്ങൾ ആ കസേരയിൽ ഇരുന്ന് വിളങ്ങുന്നത് ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ്. ഓരോ ജനത്തിന്റെയും, ഓരോ തൊഴിലാളി ജനങ്ങളുടെയും വോട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ രണ്ടാമതും തലപ്പത്ത് വന്നിരിക്കുന്നത്. എന്നാലും ഇങ്ങനൊരു അഴിമതി കാണുമ്പോഴും അത് സമഗ്ര അന്വേഷണം നടത്തി അതിന് തക്കതായ നടപടി സ്വീകരിക്കേണ്ടി പോകാനും എല്ലായിടത്തും, അത് സിനിമയിലാകട്ടെ പോലീസിലാകട്ടെ എവിടെയും ആയിക്കൊള്ളട്ടെ, ആഭ്യന്തരത്തിലായിക്കൊള്ളട്ടെ, എവിടെയും നിങ്ങൾ കൈയും കെട്ടി കണ്ണടച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ മന്ത്രി? നിങ്ങളെ ഇങ്ങനെയൊന്നുമല്ല കേരളീയർ കണ്ടിരുന്നത്. നിങ്ങളൊരു സിംഹമാണെന്നാണ് ആൾക്കാർ കരുതുന്നത്. പക്ഷെ നിങ്ങളൊരു പല്ലുകൊഴിഞ്ഞ സിംഹമാണെന്ന് ഇന്നാണ് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മനസ്സിലാകുന്നത്. അതുകൊണ്ട് ശരിക്കും അഴിച്ചുപണി വരേണ്ടത് പോലീസിന്റെ തലപ്പത്തോ മേധാവികൾക്കിടയിലോ അല്ല, തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. നന്ദി.